രോഗമാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വാരി വലിച്ച് അങ്ങോട്ട് സ്വന്തം ശരീരത്തോട് ക്രൂരത കാണിച്ചായിട്ട് നോമ്പെടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രോണിക് രോഗങ്ങളുള്ളവർ, അത് പറഞ്ഞാൽ അസുഖം ഇനി ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ഇപ്പോൾ ക്രോണിക് റീനൽ ഫെയിലിയർ, ഡയബറ്റീസ് തന്നെ പലപ്പോഴും ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്കൊന്നും ഒരിക്കലും എന്താക്കുള്ള ഈ അസുഖം മാറാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? അവർക്കാണെങ്കിൽ പെട്ടെന്ന് ഷുഗറൊക്കെ കുറഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാ പ്രമേഹ രോഗികളും നോമ്പെടുക്കേണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. ഈ ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ പറ്റ കുറഞ്ഞു പോകുന്ന അവസ്ഥ പല തവണകളിലായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും ജീവിതകാലം മുഴുവൻ നോമ്പെടുക്കാൻ പറ്റില്ല. മൂത്രക്കല്ലുള്ളവർ, അവർക്കൊക്കെ ചിലപ്പം നോമ്പെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മൂത്രക്കല്ല് കൂടി കല്ലിൻ്റെ വേദന കൂടി ആകെ പ്രശ്നമായി വരാറുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ചിലപ്പം നോമ്പെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കിഡ്നി, ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ളവർക്ക് പറ്റില്ല. ഇവർക്കും മതപരമായിട്ട് വിധികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും